വൈകിട്ടാണ് പോകുന്നത്. നാളെ രാവിലെ ആകുമ്പോൾ അവർ ഇന്ത്യയിലെത്തും. വെച്ചാൽ നമ്മളെ കേരളത്തിൻ്റെ അടുത്ത് എത്തും. പയ്യെ പെയ്യാമോ പ്രണയം. ഞാൻ പോയി നോക്കിട്ടോ. ഞാൻ തന്നെ നോക്കണോ? വെറുതെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടിക്കണോ? നോക്കാൻ പറഞ്ഞ നോക്കിയാൽ മതി. വേറൊരു സാധനം ഇടരുത് കേട്ടോ. അന്നത്തെ പോലെ ഒന്നും കാണിക്കല്ല. കരിയാതെ നോക്കിയാൽ മതി. എനിക്ക് വരാം. എന്നാ സാറമോള് ചെന്നോ, ഞാൻ ആയിക്കോളാം. ആരാ? സാറ ഒരു സംശയത്തോടെ മുമ്പുള്ള ആളോട് ചോദിച്ചു. ഗുഡ് മോർണിംഗ് ആന്റി, ഞാൻ തേയാണ്. എന്താ മോളെ? സാറ ഒരു ചിരിയോടെ ചോദിച്ചു. മോളെ എന്ന വാക്ക് കേട്ടപ്പോൾ തേയ്ക്ക് തേയുടെ അമ്മയെ ഓർമ്മ വന്നു. തേ അറിയാതെ തന്നെ തേയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. എന്താ മോളെ കരയുന്നേ? സീറ വേദനാഥയോട് ചോദിച്ചു. മോളെ വിളിച്ചപ്പോ എന്റെ അമ്മ വിളിക്കുന്ന പോലെ തോന്നി. തേയാ, ഞാൻ കരയല്ലേ? സാറില്ല, പോട്ടെ. സാറ തേയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടുപേരും അങ്ങോട്ട് കടന്നു വന്നത്. ഇവരാണ് ആ രണ്ടുപേർ. നമുക്കറിയാം, നമ്മുടെ ജെറിച്ചായനും അന്നമോളും. പക്ഷെ നമ്മുടെ സാറ കണ്ടില്ലാട്ടെ. നമ്മുടെ സാറമ്മോളെ നമ്മുടെ ജെറിയെ കാണുമ്പോൾ പ്രതികരണം നമുക്ക് എന്താ നോക്കിയാലോ? ഒരു കാര്യം, സാറ എന്താണ് നമ്മുടെ ജെറിച്ചനെ കാണാത്തെന്ന് വെച്ചാല് തേയ സാറയുടെ മുമ്പിലായതുകൊണ്ട് സാറയ്ക്ക് ചെറിയ എന്നെയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മ എന്ന് വാക്ക് കേട്ടപ്പോ തന്നെ സാറ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. സാറയ്ക്ക് ചെറിയ കണ്ടപ്പോ പണ്ടത്തെ സംഭവങ്ങളൊക്കെ ഉള്ള മനസ്സിൽ കൂടെ ഒരു ചലച്ചിത്രം പോലെ ഓടാൻ തുടങ്ങി. സാറയുടെ മനസ്സിൽ ഇതെല്ലാം കൂടി വന്ന് സാറയ്ക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. അമ്മയുടെ ബണ്ണി വിളിക്കണേ. അമ്മ എണീക്കമ്മ, പെട്ടെന്ന് എണീക്ക്. മമ്മിയെ പിടിക്കാത്ത പപ്പയെ വിളിക്കും. പെട്ടെന്ന് ഡോക്ടറെ വിളിക്കാൻ പറയാം. കുക്കി, സീനി, ഹോബി, ഇവിടെ ആരുമില്ലേ? പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമ്മുടെ ഈ മൂഞ്ചിയും കുക്കിയും ജീനിയും ഹോപ്പിയൊന്നുമില്ല. ഒരു കമ്പനീൻ്റെ ആയതുകൊണ്ടാണ് അവരെ വിളിച്ചിട്ട് വരാത്തത്. നമ്മുടെ ഡേവിഡ് ചായൻ നമ്മുടെ സാറമ്മോള് ഒച്ചയെടുക്കുന്നതും കരയണതും ഇങ്ങനെ പപ്പ പപ്പ വിളിക്കുന്നൊക്കെ കേട്ട് കിച്ചണിൽ നിന്ന് തന്നെ പെട്ടെന്ന് ഓടി വന്നു. അപ്പോഴും കണ്ട കാഴ്ച ചെറിയാണ്. ആകെ സ്തബ്ധനായി നിന്നുപോയ
പപ്പ പപ്പ എന്ത് നോക്കി നിൽക്കുമോ പപ്പ? മമ്മിയെ പഠിക്കുക, മമ്മി എണീക്കണം എന്ന് വിളിച്ചിട്ട്. ഇതിനിടയ്ക്ക് ജയയെ വിളിച്ച് പെട്ടെന്ന് വീട്ടിലെല്ലാവരുമായി വരാനും പറഞ്ഞു. മമ്മ തലറങ്ങി വേണമെന്നും പറഞ്ഞു. അപ്പോൾ തന്നെ അവരോടൊന്ന് പുറപ്പെട്ടു. സാറാ സാറാ എന്തോട്ടി? സാറാ എഴുന്നേക്ക്, സാറാ സാറാ എഴുന്നേക്ക്, സാറാ. കാർ നിർത്തുന്ന ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് നോക്കി. മമ്മയ്ക്ക് പറ്റിയ മമ്മ എണീക്കുന്നില്ല. മമ്മ ദേ കുക്കിയെ വിളിക്കണേ, എണീക്ക് മമ്മ. കുക്കീസേ, നീ കരയണ്ട, ഞാൻ ടെൻഷനില്ല. പപ്പ ഡോക്ടറെ വിളിക്കണ്ട, ഡോക്ടർ അവൾ നോക്കിക്കോളും. പപ്പ ജയ പറഞ്ഞ ശരിയാ, ജയ ഡോക്ടറാണ്, ജയ നോക്കിക്കോളും. ജയ പെട്ടെന്ന് നോക്ക്. നിങ്ങൾ വിചാരിക്കും ജീനി ഹോബിയും യോങ്കിയൊക്കെ അവിടെ. നമ്മുടെ ഇച്ചായനെയും ജയയും അന്നേനെ കണ്ട് വണ്ടടിച്ചിരിക്കുകയാണ് അവര്. അന്നയെ പിടിച്ചോ എന്തൊക്കെ അമ്മേ. അതെയോ? വാങ്ങ പപ്പ അത് ടെൻഷനാണ്. മമ്മിക്ക് BP ഷൂട്ടൗട്ടായതാ. ഞാൻ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. വെരി മിസ്റ്റേ. ഞാൻ എങ്ങനെ നിന്നോട്ട് നന്ദി പറയണ്ടെന്നറിയില്ല. വെരി താങ്ക് യു മോളെ. സോറി ഒന്നും പറയണ്ടപ്പ. അയ്യോ സോറി അങ്കിൾ, ഞാൻ അറിയാതെ പപ്പാന്ന് വിളിച്ചതാ. മോള് സോറി ഒന്നും പറയണ്ട. എന്തായാലും എൻ്റെ മരുമോളല്ലേ, എൻ്റെ ചെറിയ ഭാര്യയല്ലേ, സാറില്ല. പപ്പയുടെ വായന ചെറിയെന്ന് കേട്ടപ്പോഴേക്കും നമ്മുടെ ചെറിച്ചേന് സങ്കടമായി. കാര്യം നമ്മുടെ ചെറിയ പപ്പ സ്ട്രിക്റ്റ് ഒന്നുമല്ല, പക്ഷെ ദേഷ്യമൊക്കെ വന്നാൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. ആ സമയത്ത് ചെറിയെന്ന് തന്നെ വിളിക്കും, അല്ലെങ്കിൽ ബണ്ണീന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. പപ്പ ബണ്ണീന്ന് വിളിക്കും. പപ്പ ഈ കയ്യിൽ നിന്ന് ചെറിയ പപ്പ പ്ലീസ്. പപ്പ ഞാൻ പറയണമെന്ന് കേക്ക് പ്ലീസ്. ഞാൻ പറയട്ടെ, എൻ്റെ പപ്പയ്ക്ക് ഇന്ന് വേണമെന്ന് തീരുമാനിക്കാം. എന്തിന്? നീ നമ്മുടെ ആരുമല്ലോ. എനിക്കറിയാവടാ, നീ പോയ അമ്മ മുതൽ അമ്മയ്ക്ക് വിഷമാണ്. എവിടെയെങ്കിലും ഇവർ പോകുമ്പോൾ ഈ 4 പേരും പോകുമ്പോൾ തന്നെ ഒരു 2 മാസമെങ്കിലും പോയി വീട്ടിൽ പിടിച്ചെടുത്ത് അറിയാവാ. നീ നമ്മളൊരു ഇങ്ങനെ കുഴപ്പമില്ല നിന്നെ കൊണ്ടുപോയതറിയാ. എല്ലാം ഞാൻ അറിഞ്ഞായിരുന്നു. നീ പറയണ്ട. നിനക്കറിയാമോ ഇവർ 4 പേരും ഇത്ര വിഷമിച്ചെന്ന്? നിനക്കതൊന്നും പറയണ്ടല്ലോ. ഇത്ര നാളോട്ട് ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ചില്ല. എനിക്കറിയായിരുന്നു ഈ ചാനൊന്നും പറ്റിയിരുന്നു. നന്നായിട്ടുണ്ട്. അച്ഛൻ്റെ കുക്കി പോലെ ഇത്ര വളർന്നു ഞാൻ വിചാരിച്ചില്ല. എപ്പോഴൊന്നുമില്ല കുക്കി നീ എന്നോട് പറയാതെ ഇരിക്കണേ. എന്ത് കാരണവും നീ എന്നോട് പറയണമെന്നല്ലേ? പപ്പ വെറുതെ വഴക്കിടണ്ട. കുക്കിയോട് ഞാനാ പറയണ്ടെന്ന്. പപ്പയ്ക്ക് അറിയില്ല അന്ന് എന്നെ കിഡ്നാപ്പ് ചെയ്ത് എനിക്ക് വേണ്ടിയല്ലായിരുന്നു, ഇവൾക്ക് വേണ്ടിയാണ്. അവർക്ക് ആള് മാറിപ്പോയതാ. ഇല്ലെങ്കിൽ കുക്കി ഉണ്ടാവില്ലായിരുന്നു. അന്ന് അവളെ പിടിച്ചൊക്കെ വരുന്നെങ്കിൽ. അപ്പയ്ക്ക് അറിയാമോ? അതുകൊണ്ട് എന്ത് അങ്ങനെ ശരി അന്ന് നടന്ന കാര്യങ്ങളും എല്ലാം വിശദമായി പപ്പയ്ക്ക് പറഞ്ഞു കൊടുത്തു. പപ്പ പ്ലീസ് മമ്മയോട് ഈ കാര്യം പറയരുത്, എനിക്ക് താങ്ങാനാവൂല. അല്ലടി ചെറിയ, ഞാൻ പറയില്ല മമ്മിയോട്. മമ്മീൻ്റെ വിഷമിച്ചാൽ എനിക്ക് കഴിയില്ല. അതും പറഞ്ഞ് നമ്മുടെ രവിച്ചായൻ പോകാൻ പോയതും ചെറിയ രവിയെ പിടിച്ചു. പപ്പ ഇനിയെങ്കിലും ദേഷ്യമാണ്, എന്നെ ഒന്ന് ബണ്ണിന്ന് വിളിക്കുക. പണി അറിയില്ല മിസ് പോലെ പണി. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഗേൾസ് എല്ലാവരും കൂടെ നമ്മുടെ ചെറിച്ചായനെയും പപ്പയും വട്ടം കൂടി നിൽക്കുകയാണ്. ഇവിടെ കരച്ചിലും ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ സംസാരിക്കാൻ വേണ്ടി. ഇതൊരു ഇടയ്ക്ക് പോകൂലാന്ന് വിചാരിച്ച് എല്ലാ ഗേൾസും കൂടെ കിച്ചണിലോട്ട് പോയി.
നമ്മുടെ ടേ പരിചയപ്പെട്ട് കുക്കി എല്ലാവരെയും നമ്മുടെ അന്നമോളെ അവരെയൊക്കെ പരിചയപ്പെടുത്തി ഫുഡൊക്കെ കഴിക്കുന്ന സമയം. എന്നാലും എൻ്റെ ടേ, ഞങ്ങളുടെ ബണ്ണീനത്തെ ആദ്യം കല്യാണം കഴിച്ചില്ല. ഞങ്ങൾക്ക് മുമ്പ് തന്നെ ഒന്നും പറയണ്ട. എങ്ങനെ സഹിക്കുന്നവനാ? അതെന്ത് ചോദ്യം ജീനേച്ചി? മിക്കവാറും ലവ് മാരേജ് തന്നെയായിരിക്കും അല്ലേ തേയമോളെ? അത് ശരിയാ, യോങ്കി പറഞ്ഞാൽ ശരിയാ, മിക്കവാറും ലവ് മാരേജ് ആയിരിക്കും അല്ലേ തേയ? പിന്നെ കുക്കി, നിനക്ക് എങ്ങനെയാടി ഇവരറിയാവുന്നേ? ആ അത് ശരിയാണല്ലോ, ഞാൻ മറന്നുപോയി. പറയടി കുക്കി, ഞങ്ങളോട് പറയാത്ത ഒരു രഹസ്യനെ കൊണ്ടില്ല, പിന്നെ എന്ത് ഇത് മാത്രം പറയാറുന്നടി? നിങ്ങൾ പപ്പയോട് പറയണ്ടെന്ന് പറയുമെങ്കിൽ പറയില്ലായിരുന്നല്ല. ഉള്ളൊരു സീക്രട്ട് മര്യാദയ്ക്ക് പറഞ്ഞ മോളെ എങ്ങനെയാ ഇവരെ കണ്ടെന്ന്. എന്നാ നിങ്ങൾ കേട്ടോളൂ, ഇത് ഇവിടെയൊന്നുമല്ല നടക്കുന്നത്, നേരെ അമേരിക്കയിൽ. അല്ല മോളെ, നിക്ക് 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 നിക്ക്, ഈ അമേരിക്കയിലെങ്ങനെ ഞങ്ങളില്ലാതെ പോയത് നീ? ഓ എടി പുന്നാരെ യോഞ്ചി മോളെ, ഞാനൊരു കഥ പറയുമ്പോൾ അടങ്ങിയിരുന്ന് കേൾക്കുക, ഇടയിൽ കയറരുത് കേട്ടോ. ഓക്കെ, അങ്ങയുടെ ആജ്ഞ പോലെ മഹാറാണി. കൂടുതലാക്കല്ലേ മോളെ. അപ്പോൾ ലെറ്റ്സ് ഗോ ബാക്ക് ടു വീഡിയോ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പടക്കുതിര നേരെ ഷോപ്പിന് മുമ്പിലോട്ട് നിർത്തിയത്. അപ്പോൾ ഞാൻ ഇറങ്ങി അവിടെ അല്ലാതെ ചില സാധനങ്ങൾ കഴിക്കാൻ മേടിച്ചു. പിന്നെ ഈ കാറ് എനിക്കവിടെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, ആ സമയത്തുള്ള കാറാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ ചേട്ടനെ കൂടെ പിടിച്ചിട്ട് ഞങ്ങളുടെ ഒരു ഫുഡ് അടിക്കാത്തത്. അത് കഴിഞ്ഞ് എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ വണ്ടിയിരുന്ന് തിന്നുകൊണ്ടിരുന്നു. മിനിറ്റ്, ഞാൻ പാസഞ്ചർ സീറ്റിൽ ഇരുന്നിട്ടാട്ടോ കഴിക്കണേ. എൻ്റെ കൂടെ ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്, മൈൻഡിറ്റ്. പിന്നെ ആ കോരെല്ലാം വടിച്ച് ഞാൻ ഫുള്ള് തിന്നു. കണ്ടോളൂ. അത് കഴിഞ്ഞ ശേഷം ഞാൻ നേരെ ബീച്ചിലോട്ട് പോയി. ബീച്ച് കണ്ടപ്പോൾ ആ ചേട്ടൻ അടുത്തുള്ള ഒരു ബീച്ചിൽ കൊണ്ടുപോയതാണ്. ഇത് കഴിഞ്ഞിട്ടാണല്ലോ ടെസ്റ്റ് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോൾ എനിക്ക് ഹാരി സ്റ്റൈൽസിൻ്റെ കൺസേർട്ടിന് പോകണമെന്ന് ഞാൻ പറഞ്ഞു. ആ ചേട്ടൻ ഒരു ടിക്കറ്റ് ഒപ്പിച്ച് തന്നിട്ടുണ്ട്, നമുക്ക് പോകാം. അപ്പോൾ ഹെയർ സ്റ്റൈൽസിൻ്റെ കൺസേർട്ട് ആദ്യമായിട്ട് നേരിക്കണ്ടതിൽ ആർമാതിച്ച് കളിക്കുമ്പോഴാണ് 2 പേര് ഞാൻ അടക്കേണ്ടത്. സോറി അയ്യോ കണ്ടിന്യൂ. അല്ല അന്നമോളെവിടെ? അപ്പോ എൻ്റെ ചീനിങ്ങനെ ഇടയ്ക്കാറില്ലേ, ഞാൻ പറയാം. നമ്മുടെ അന്നമോളപ്പം നമ്മുടെ തേയുടെ വയറ്റിലുള്ളിലായിരുന്നു. ചെറുതേയൊക്കെ 7 മാസമായപ്പോഴാണ് അവിടെ വന്നത്. എന്തോന്ന് 7 മാസത്തിലോ? 7 മാസത്തിലൊക്കെ നമ്മുടെ ശുശ്രൂഷ വേണ്ടതല്ലേ കുട്ടി? അതാണ് എനിക്കും പറയാനുള്ളത്. എൻ്റെ ചീനേച്ചി ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ട് തന്നെ ഞങ്ങൾ പോയേ. ഡോണ്ട് ബി ടെൻസ്ഡ് കുക്കി, ബാക്കി പറഞ്ഞേടി. ഹലോ ഇച്ചായ, എങ്ങോട്ടാ ഇച്ചായനും ഭാര്യയും? I miss you, Cookie. I miss you, ഇച്ചായ. അല്ല കുക്കീസേ, നീ എന്താ ഇവിടെ? അതെന്താ ഇച്ചായ, എനിക്ക് വരാൻ വലിയ കൺസേർട്ടാണ്. ഇച്ചാൻ അറിയില്ല, എനിക്ക് ഹാരി സ്റ്റൈൽസിൻ്റെ കൺസേർട്ട് ഞാൻ കാണാൻ എത്താൻ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അപ്പം കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു.
അല്ല ചെയ്യുന്നൊന്നും മിണ്ടാത്തെ? ഇതൊന്നുമില്ല കുക്കി, നിങ്ങൾ സംസാരിക്കണം വിചാരിച്ച നിങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷമല്ലേ കാണുന്നേ, അതുകൊണ്ട്. ഓ ശരി. ഞങ്ങളുടെ ജൂനിയർ എന്ത് പറയുന്നു? ഷോട്ടിലൊക്കെ ആയോ ചെയ്യാ? ഇല്ലടാ, ഇതുവരെ ആയിട്ടില്ല. 7 മാസം ചവിട്ടുന്നൊക്കെയാണ്, ഇതുവരെ ആയിട്ടില്ല. നീ തൊട്ട് നോക്കുന്നവരും ചവിട്ടു നോക്കാനാ. എന്നാ ശരി, തീരെ തൊടുവാണേ. ഭാവി ഭാവി ഭാവിയുടെ ആൻറ്റി സംസാരിക്കണേ. ഭാവി കുക്കി ആൻറ്റിയാണേ. ഭാവിയെ ചവിട്ടടാ പ്ലീസ്, ചക്കരല്ലടാ. എടി കുക്കി ചവിട്ടില്ലോടി. ടീച്ചറെ തൊട്ടേക്ക് കുഞ്ഞ് ചവിട്ടി. ശരിക്കും ടീച്ചറെ തൊട്ട് നോക്കിയാൽ ചവിട്ടണം. എനിക്ക് തൊട്ട് നോക്കട്ടെ. മാമേ, അച്ഛൻ്റെ ഏഞ്ചൽ ബേബി. ആ ചവിട്ടുന്നില്ല. അപ്പോൾ രണ്ടുപേർക്ക് മനസ്സിലായില്ല ഏഞ്ചൽ ബേബിക്ക് എന്നെയാണ് ഇഷ്ടമെന്ന്. അവളുടെ കുക്കി ആൻറ്റി അതുകൊണ്ടല്ലേ അവൾ എന്നെ ആദ്യം ചവിട്ടിയേ. എന്നാ ശരി ബേബി, ആൻറ്റി പോട്ടെ. ആൻറ്റിക്ക് വീട്ടിൽ പോകണം. ഓക്കെ, ഫ്ലൈറ്റ് ഈവനിങ്. അപ്പം ശരി ചായ. ശരി ചായ. ഓക്കെ, എനിക്കിപ്പോൾ തന്നെ പോകണോടി. നമുക്ക് നാളെ പോയാൽ പോരെ? നമ്മൾ നാളെ കുറേയിലോട്ട് തിരിച്ചു പോകണേ. അപ്പം നമുക്ക് ഒരുമിച്ച് പറ്റി പോയാൽ പോരെ? അല്ലെങ്കിൽ വേണ്ട, അമ്മ വളരെ ടെൻഷനാവും. ഞാൻ എയർപോർട്ടിലാക്കാൻ നിന്നെ. ഐ എം സോറി ചായ, പക്ഷെ എനിക്ക് പോകണം. മമ്മിയുടെ ബർത്ത്ഡേ അല്ലേ വന്നെ, സെലിബ്രേറ്റ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഞാൻ നിന്നേനെ നിങ്ങളുടെ. അല്ലെങ്കിൽ എൻ്റെ ബേബി ഏഞ്ചൽ പുറത്ത് വന്നിട്ട് കുക്കി ആൻറ്റിയുടെ കയ്യിൽ കിട്ടിയിട്ടേ പോകില്ലായിരുന്നു. കേട്ടോടാ? എന്നാ ശരി. ഇച്ച എനിക്കിനി 2 ലഗേജും കൂടെ ഉള്ളത് ഞാൻ അടുത്ത് എൻ്റെ മാനേജറിനോട് കൊണ്ടുവരാൻ പറയാം. അർജുൻ വന്നിട്ടുണ്ട്, അപ്പോൾ ആളോട് പറഞ്ഞാൽ മതി. ഞാൻ പിന്നെ ഈ അമേരിക്കയിൽ തന്നെയുള്ള വിളിച്ചോണ്ട് ഞാനിങ്ങോട്ട് പോകുന്നേ. ഈ നേരത്തെ നീ ആരാ? ഇവനെന്താ ഇപ്പൊ വിളിക്കണേ? വല്ല കാര്യം ഉണ്ടാവോ? നോക്കിയേക്കാം. എങ്കിൽ നിങ്ങളൊന്നും കൂടെ ഇല്ല, ഞാൻ ഈ കോൾ അറ്റൻഡ് ചെയ്തിട്ട് വരാം. പിന്നെ ചെയ്യാം, കുറച്ച് വെള്ളം കുടിക്കുക, കാറിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കിക്കോളാം. ചെയ്യാം. എന്നാ ശരി. മോളെ ചെയ്യാ, ഈ വെള്ളം കുടിച്ചേ. നീ ചേർന്നിട്ട് കുടിച്ചില്ലെങ്കിലേ എനിക്കിട്ട് കിട്ടും. നീ കുടിപ്പിക്കാത്തെന്ന് പറയും. നിനക്ക് കുടിച്ചോ? നിനക്ക് കിട്ടിച്ചേനേന്ന് നിനക്കറിയില്ലേ ചെറിയ ദേഷ്യം. ഒരു കോംപ്രമൈസ് അല്ല, മര്യാദയ്ക്ക് കുടിച്ചേക്കണം. കേട്ടോടി? ശരി. ഇവിടെ ഇത്രോട് പറഞ്ഞ വണ്ടി എടുക്ക. ഇത്ര കാര്യങ്ങളായിരുന്നല്ലോ. അതും പറഞ്ഞു നമ്മുടെ കിസരിച്ചിരി പാസ്സാക്കി. അയ്യോ, അവിടെ ഒരു കില്ല് നോക്കിയേ. ഇത്രയും കാര്യം മറച്ചു തരാളിരിക്കുകയാണ്. ഒരു ഹോബി അവിടെ പിടിയിടി, നമുക്ക് ഇവിടെ നിന്ന് കുളിപ്പിക്കാം. എന്തോന്ന് വെള്ളം? എൻ്റെ വെള്ളം ഒഴിക്കും വേണ്ട. ഹോബി ഒഴിച്ചിനെ കിട്ടേ ഹോബി. ഹോബി എന്നെ കൊണ്ട് വേറെ തേറി പിടിപ്പിക്കുന്നു മോളെ. വെള്ളം മീറ്റ് ഫുള്ളായി. ഞാൻ പിന്നെ കുളിക്കണ്ടേ? ഹോബിയോടെ മര്യാദയ്ക്ക് നിന്നോ. നിക്കടിയോടാ. അവര് പോയാപ്പാ നോക്കിയേ, സെറ്റ്. അവരൊക്കെ പോയി. ആ സൈഡിലെ കണ്ണീരും തുളിച്ചുകളി. നീ നേരത്തെ നമ്മുടെ കുക്കിയോട് പറയുന്നതിന് മുമ്പേ എന്നോട് അന്ന് വിളിച്ചുകൊണ്ട് മാത്രം ഞാൻ നിന്നോട് ക്ഷമിച്ച്. പിന്നെ മറ്റൊരു കാര്യം, അത് നമുക്ക് റെഡിയാക്കാം. അതൊക്കെയെന്ന് വെച്ചാൽ എൻ്റെ അപ്പൻ്റെ അഭിനയം. പിന്നെ അഭിനയം കണ്ടിട്ട് എൻ്റെ അമ്മ എനിക്ക് ശരിക്കും കരസ്യം അറിയാവാ. ഞാൻ അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ അപ്പൻ ഇങ്ങനെ കാച്ചുവെന്ന് ഞാൻ കരുതിയില്ല. അപ്പം ഞാൻ CEO പണിയൊക്കെ വിട്ട് പോയി സിനിമയിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് കേട്ടോ. പിന്നെ അവരറിയത് കേട്ടോ ഈ കാര്യം. പിന്നെ അപ്പൻ്റെ കാര്യം പറയാനുണ്ട്. ബിരിയാണി വിളിച്ചായിരുന്നു. എന്തെന്ന്? എന്നിട്ട് നമുക്ക്
ബാക്കിയുള്ള വിശ്വാസിറ്റി അവരുടെ അന്ന് നമ്മൾ അറ്റാക്ക് ചെയ്തവരുടെ വരാൻ കിട്ടുവാണെങ്കിൽ അത് ഇപ്പൊ തന്നെ അറിയിക്കണം. അപ്പൊ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എന്നാലും എന്നെ വിളിക്കാം. അവരുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ കൂട്ടുകാരുടെ തലവൻ അല്ലെങ്കിൽ ആൾക്കാരങ്ങനെ കാണാൻ പറ്റില്ല. മിക്കവാറും നമ്മളിവിടെ എത്തിയെന്ന് എല്ലാവരും റീയൂണിയൻ ചെയ്തെന്ന് അറിഞ്ഞാണ്. മിക്കവാറും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പപ്പ കമ്പനി പോകുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ അവൾമാര് പോകാൻ നേരത്ത് സീക്രട്ട് ആയിട്ട് ബോഡി ഗാർഡ്സിനും കൂടെ അറേഞ്ച് ചെയ്യണം കേട്ടോ. പിന്നെ അവരോട് പറയണ്ട. പിന്നെ മമ്മിയുടെ കാര്യത്തിൽ എൻ്റെ വിട്ടേക്ക്. മമ്മിയുടെ ഞാൻ സംസാരിച്ചോളാം. വേറൊരു കാര്യം മമ്മിയോട് സംസാരിക്കരുത്. ഇങ്ങനെ എനിക്കാണ് അറ്റാക്ക് പറ്റിയെന്ന് തന്നെ ഇരുന്നോട്ടെ. കുക്കിക്കാണെന്ന് പറയുകയാണെങ്കിൽ പിന്നെ കുക്കി അങ്ങോട്ടും കിട്ടൂല. ഓക്കെ, അതേ വേണം. പിന്നെ ഒരു കാരണവശാലും കഴിവുകളുള്ള മക്കളെ വിട്ടുകൊടുത്തേക്ക്. നമ്മുടെ ഡേക്ക് ഇട്ടിട്ടെ കാണിച്ചു തരാം. അവർക്ക് അറിയില്ല ഈ ഡേവിഡിന്. എല്ലാവർക്കും ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ടെൻഷൻ വേണ്ട. അവരുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. എനിക്ക് എന്ത് ചെയ്യണമെന്ന്